Welcome to Garam Masala, the magic spices of cooking. മുട്ടക്കൊട്ടാളം. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഡിഷായ മുട്ടക്കൊട്ടാളം തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിനുവേണ്ടി നമുക്ക് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായി നമുക്ക് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത്, ഒരൽപ്പം ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയി വരണം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ തക്കാളിയാണിത്. ഈ തക്കാളിയെ കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ മുട്ടയെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബ്രെഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 4 സ്ലൈസ് ബ്രെഡാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ബ്രെഡിനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പീസസിന് മുട്ടയുടെ ടേസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അവസാനമായി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ മുട്ടക്കൊട്ടാളം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.